കർത്താവിൻ്റെ ഇത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പള്ളുരുത്തിയിൽ നിന്ന് ചാർലി കേസി ആണ്. ഇന്ന് ബ്രദറിൻ്റെ മകൻ ദീപേഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് വർഷം മുഴുവനും നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന വർഷമായിരിക്കട്ടെ. ഈ കുടുംബം നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് ബ്രദറിൻ്റെ വിവാഹം നടക്കണം, അതുപോലെ തന്നെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഹനം ലഭിക്കണം, ഭവനം ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും അനുഗ്രഹിക്കപ്പെടണം. ഒരു നിമിഷം അതിനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, യേശുവിജയ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ദീപേശ്വരന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വധുവിനെ ലഭിക്കട്ടെ അപ്പാ. അവിടുത്തെ നന്മകൾ കൊണ്ട് ഈ കുടുംബത്തെ നിറച്ചാട്ടെ. ഈ വീടിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാൻ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഇവരാഗ്രഹിക്കുന്ന ഒരു പുതിയ വാഹനം ഇവരുടെ ജീവിതത്തിൽ വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. സാമ്പത്തികമായി ഉയർച്ച അനുഭവിക്കട്ടെ അപ്പാ. കർത്താവെ, ആരോഗ്യത്തിൽ ഉയർച്ച അനുഭവിക്കട്ടെ. കർത്താവെ, ആത്മീയത്തിൽ ഉയർച്ച അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ നന്മകൾ കൊണ്ട് അവിടെ നിറച്ചതിനെ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോളം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുന്ന വചനം അതൊരു തോന്നലല്ല. കർത്താവ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളോട് ഇടപെടുന്നത്. അതിനെ നാം ഏറ്റെടുക്കുന്നുവെങ്കിൽ ആ വചനം നമ്മിൽ വെളിപ്പെടുവാനായി തുടങ്ങും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തിയെ മനസ്സിലാക്കുവാനും ദൈവവചനത്തോട് പ്രതികരിക്കുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ കൂടുതൽ ബോധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നിറയാം. ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാൽ പറയാവോ? ശബ്ദയോർത്തിന് ഹല്ലേലൂയ പറയാവോ? ഞാൻ ഒരിക്കൽ വിചാരിച്ചിരുന്നൊരു കാര്യം, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഞാൻ പല പ്രാവശ്യം പല സംഭവ കഥകൾ പോലെ ആളുകൾ പറയുന്ന ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ട്. കേട്ട ഉദാഹരണങ്ങളിൽ ഒന്ന്, ഒരു കപ്പൽ കടന്നു പോകുന്ന ഒരു റെയിൽവേ അല്ലെങ്കിൽ ഒരു പാലം, കപ്പൽ അടിവശത്തുകൂടെ കടന്നു പോകും, മുകളിൽ ഒരു റെയിൽവേ പാളം. ഒരിക്കൽ ഒരു കപ്പൽ കടന്നുപോയതിനു ശേഷം റെയിൽവേ പാളത്തിൻ്റെ ആ ഭാഗം ഇങ്ങനെ ഉണ്ടായി തുറന്നു വെച്ചത് അടയ്ക്കുകയാണ്. അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അടയ്ക്കുന്ന ആളുടെ മോൻ അടയ്ക്കുന്ന ആ ചക്രത്തിനകത്ത് പെട്ടുപോയി. ആ മകനെ രക്ഷിക്കുവാൻ തൻ്റെ അപ്പൻ തയ്യാറായാൽ ഒരു പക്ഷേ ആ മകനെ തിരിച്ചു കിട്ടും. പക്ഷെ ഓടി വരുന്ന ട്രെയിനെ രക്ഷിക്കാൻ കഴിയത്തില്ല. ആ കഥ പറഞ്ഞ മനുഷ്യൻ എന്നോട്, അല്ലെങ്കിൽ പ്രസംഗിച്ച മനുഷ്യൻ പറഞ്ഞു, അതുകൊണ്ട് തൻ്റെ മോനെ കൊന്നുകളഞ്ഞിട്ട് ആ ട്രെയിനിലുള്ളവരെ മുഴുവനും രക്ഷിച്ചു. അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു, യേശു കർത്താവിനെ പിതാവ് കൊന്നിട്ട്, പിതാവ് യേശുവിനെ കൊന്നിട്ട് നമ്മളെ ഓരോരുത്തരും രക്ഷിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ആ കഥ കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അകത്തൊരു ചിത്രം വന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ആ ചിത്രം എങ്ങനെയായിരുന്നു? ആരാണ് സ്വർഗത്തിൽ എനിക്കായി പോകുക എന്ന് കേൾക്കുന്നൊരു ശബ്ദത്തെക്കുറിച്ച് ആയിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു, യേശു കർത്താവ്, ശ്രദ്ധിച്ചു കേൾക്കൂ, യേശു കർത്താവ് ഒരു യൗവനക്കാരനായി പിതാവാം ദൈവത്തിനോടൊപ്പം ആ സ്വർഗീയ പൂന്തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിതാവ് ചോദിച്ചു, എനിക്ക് വേണ്ടി ആര് പോകാം? അപ്പോൾ ഓടി വന്ന് യൗവനക്കാരനായി യേശു പറഞ്ഞു, ഞാൻ പോകാം. അങ്ങനെയാണ് യേശു വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വേദപുസ്തകം വീണ്ടും വായിച്ചപ്പോഴാണ് മനസ്സിലായേ, അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ആ വാക്യം വായിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ 2 വ്യക്തികളെ കണ്ടുള്ളൂ. ഒന്ന് ആദിയിൽ ദൈവം, രണ്ടാമത് പരിശുദ്ധാത്മാവ്. ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, എവിടെയാണ് എൻ്റെ കർത്താവായ യേശു? എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ?
ഈ 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാചകം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കും, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ആ നാം എന്ന വാക്കിനകത്ത് ആരാണുള്ളത്? പിതാവും ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ഉണ്ടോ? അതോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശു എവിടെയെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. മെല്ലെ മെല്ലെയായി എനിക്ക് മനസ്സിലായേ, സ്വർഗീയ പിതാവ് പുതിയ നിയമത്തിന് യേശുവിൻ്റെ അവതരണത്തിന് മുമ്പ്, ശ്രദ്ധിച്ചു കേൾക്കണേ, യേശുവിൻ്റെ അവതരണത്തിന് മുമ്പ്, യേശു ഈ ഭൂമിയിൽ അവതരിക്കണേക്കാൾ മുമ്പ് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ യേശുവിനെ കാണാൻ കഴിയത്തില്ല. പകരം 3 ആളുകളെ കാണാം. 1 പിതാവാം ദൈവം, 2 വചനം, 3 പരിശുദ്ധാത്മാവ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന് വേണ്ടി നമുക്ക് വേണ്ടി മരിക്കാൻ യേശു കർത്താവ് അവിടുന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് സുന്ദരനായും സുമുഖനുമായിരുന്ന യേശു വേഷം ധരിച്ച് ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കരുത്. അല്ലല്ലല്ല, വേദപുസ്തകം പറയുക, ദൈവത്തിന്റെ വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനം പറഞ്ഞത് നിങ്ങൾ തൊട്ട ജീവന്റെ വചനം എന്ന് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്ത് 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്നത് യേശു ആയിരുന്നില്ല, പിതാവും ദൈവവും വചനവുമായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? എന്നോടൊപ്പം ഒന്ന് കരമുയർത്തി പറഞ്ഞേ, യേശു ഈ ഭൂമിയിൽ വരുന്നതിനേക്കാൾ മുമ്പ്, പറഞ്ഞാട്ടെ, യേശു ഈ ഭൂമിയിൽ വരുന്നതിനേക്കാൾ മുമ്പ് 3 കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? പിതാവ്, 2 ദൈവവചനം, 3 പരിശുദ്ധാത്മാവ്. എന്തിനാ ബ്രദർ ഇത്രയും കാര്യങ്ങൾ ബ്രദർ ഇതിനകത്ത് പഠിപ്പിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കൂ. അടുത്ത വാക്ക് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാചകം ഒന്ന് വായിക്കാവോ? അവിടെ എഴുതിയിരിക്കുക, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്തുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു? ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു വാചകം പറയാതിരിക്കാൻ ഒക്കത്തില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദിയിൽ ദൈവം എന്ന വാക്ക് എലോഹീം എന്നൊരു വാചകം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ട കാര്യമല്ല, എങ്കിലും ഗ്രഹിച്ചാട്ടെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എലോഹീം എന്ന് പറയുന്നത് പ്ലൂറലാണ്, എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. അതിനകത്ത് ദൈവങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആദിയിൽ ദൈവങ്ങൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏതാണ് ദൈവങ്ങൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത്? എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ആ ക്രിസ്തു അന്ന് മനുഷ്യരൂപത്തിലാണോ ഇരിക്കുന്നത്? അല്ല, അന്ന് ദൈവവചനം പോലെയാണ് അവനായിരിക്കുന്നത്. അത് വേണ്ടവരെടുത്താട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി അടുത്ത് എഴുതിയിരിക്കുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ പറയുക, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. എല്ലാവരും പറഞ്ഞേ, വെളിച്ചമുണ്ടാകട്ടെ. എല്ലാവരും പറഞ്ഞേ, ആ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കിനെയാണ് ദൈവവചനം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിനെയാണ് എന്ത് വിളിക്കുന്നത്? ദൈവവചനം. ആ വാചകം താഴോട്ട്, അല്ലെങ്കിൽ ദൈവം ആ വാചകം പറഞ്ഞതോടുകൂടെ ആ വാക്കും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവും ചേർന്ന് ആ വെളിച്ചത്തെ ഉളവാക്കി. അതുകൊണ്ടാണ് കൊളോസി ലേഖനം 1:20 അല്ലെ 17 മുതൽ 20 വരെ വാക്യങ്ങളും കഴിഞ്ഞില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം ഒക്കെ പറയുന്നത് അവനെ കൂടാതെ ഇവയൊന്നും ഉണ്ടായില്ല. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവനാലാണ് സകലത്തും ഉളവായത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവവചനത്താലാണ് സകലതും ഉളവായത്. ഈ കാണുന്ന ലോകം ദൈവത്തിന്റെ വചനത്താൽ ഉളവായെന്ന് വിശ്വാസത്താൽ നമ്മൾ അറിയുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തിനാ ബ്രദർ ഇത്രയും കാര്യങ്ങൾ ബ്രദർ പറയുന്നത്? വളരെ സിമ്പിളായ ഒരു കാര്യം പറയാൻ. ഇതിനകത്ത് കുറേ ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായി ഇത് പ്രയോജനപ്പെടാൻ പോകുന്നേ. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. എന്തിനാ ബ്രദർ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്? ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ ഉള്ളിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, ആ സമയത്ത് എൻ്റെ ഉള്ളിലൊരു വചനം ഓർമ്മ വന്നു, അതോടുകൂടി എനിക്ക് സമാധാനമായി. സഹോദരങ്ങളെ, വചനം ഓർമ്മ വരികയല്ല ചെയ്തത്, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉളവാക്കിയ ആ ദൈവവചനമാ ഓർമ്മ വന്നത്. ആ വചനത്തിന്റെ പ്രത്യേകത എന്താണോ നിനക്കില്ലാത്തത്, ആ നിമിഷം അത് ഉണ്ടാക്കാൻ കഴിയുന്ന വചനമാ നിനക്ക് ഓർമ്മ വന്നത്. അത് നിനക്ക് തോന്നലല്ല,
അത് നിനക്കൊരു വികാരമല്ല. അത് നിന്റെ അകത്തേക്ക് കയറിയാൽ, അകത്തേക്ക് വന്നാൽ എന്താണോ ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് അത് മുഴുവൻ അതിന് ചെയ്യാനായി കഴിയും. നീ അതിനെ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു വാക്ക് ഓർമ്മ വന്നു, എനിക്കൊരു ചിന്ത ഓർമ്മ വന്നു, ചിന്ത ഓർമ്മ വന്നു എന്ന് ശരിയാ. പക്ഷേ നിന്റെ അകത്തേക്ക് വന്ന വചനമുണ്ടല്ലോ, അത് വെറും ഒരു ചിന്തയല്ല, സകലത്തെയും ഉളവാക്കിയവന്റെ വാക്കുകളാണത്. അതാരാണ്? യേശുവാണത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ചേർന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വചനത്താൽ കഴിയാത്തതായി ഒന്നുമില്ല. ചേർന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ അകത്തേക്ക് വന്ന വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണോ ആ വചനം പറഞ്ഞത്, നിങ്ങളുടെ അകത്ത് വന്ന് സംസാരിച്ചത്, അത് മുഴുവൻ ഉളവാക്കിയിട്ടല്ലാതെ അത് നിന്നെ വിട്ടുപോകത്തില്ല. ചേർന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉളവാക്കാതെ അവൻ അത് വിട്ടുപോകത്തില്ല. ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട വചനം എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല, ആകാശത്തെയും ഭൂമിയും ഉളവാക്കിയ സർവശക്തൻ തന്നെയാണ് ആ വാക്ക്. യേശുവേ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകാശത്തെയും ഭൂമിയും ഉളവാക്കിയ സർവശക്തൻ തന്നെയാണ് ആ വാക്കുകൾ എന്ന് പറയുന്നത്. ചേർന്ന് കൈകളടിച്ചൊരു ആമീൻ പറഞ്ഞോട്ടെ. നിന്റെ അകത്തുണ്ടായ ഒരു വികാരമോ തോന്നലോ അല്ല, ദൈവവചനമാണ്. അതിന്റെ ശക്തി എത്രത്തോളമുണ്ട്? അത് ദൈവത്തോളമുണ്ട്. യേശുവേ, കൈകളടിച്ചൊരു ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറ, യേശുവേ. ഒരു നിമിഷം ഒന്ന് ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ പറഞ്ഞോട്ടെ. യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവേ, യേശുവേ. മോനങ്ങ് വന്നേടെ ഒരു മിനിറ്റ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നിന്നോണ്ട് തന്നെ ഇതൊന്ന് കേട്ടാട്ടെ. ഇത് വലിയ കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ അകത്തേക്ക് വന്ന വചനം അത് വെറൊരു തോന്നലല്ല, അത് വെറും ഒരു വാക്കല്ല. നമ്മൾ അതിനെ അങ്ങനെയൊക്കെ പറയാറുള്ളത്. എൻ്റെ അകത്തൊരു വചനം വന്നു ബ്രദറെ, എൻ്റെ അകത്തൊരു തോന്നൽ വന്നു ബ്രദറെ. നിങ്ങൾ അത്രയും അതിനെ ലഘൂകരിക്കരുത്. അവന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നപ്പോ ഈ കാണാകുന്ന ലോകം മുഴുവൻ ഉണ്ടായതാണ്. ആ വാക്ക് തന്നെയാ നിന്റെ അകത്തും വന്നത്. യേശുവേ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. സഹോദരങ്ങളെ, ഈ കാണാവുന്ന ലോകം മുഴുവൻ ഉണ്ടായത് അവന്റെ ഒറ്റ വാക്കിനാലാണ്. ആ വാക്ക് തന്നെയാ നിന്റെ അകത്ത് വന്നത്. ഭയത്തിന് നടുവിൽ കിടക്കുന്നവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടുന്ന ദൈവവചനത്തിന് എന്തും കഴിയും, ഏതും ഉളവാക്കാൻ പറ്റും, എന്തും സാധിക്കാൻ പറ്റും. അതിനത്രേ വചനം നിന്റെ അകത്ത് വരണമെന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സഹോദരൻ വളരെ ഗൗരവത്തോടെ നിൽക്കുക. ഞാൻ ഇവനെ പിടിച്ചൊന്ന് കിക്കിളിയാക്കാൻ പോവുക. ഇവന് കിക്കിളി ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഇതുവരെ ചിരിക്കാതിരുന്ന സ്റ്റീഫൻ ഇതാ പല്ലെല്ലാം കൂടെ കാണിക്കുകയാ. അതിന്റെ കാരണം എന്താ? അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വികാരത്തെയാ ഞാൻ കിക്കിളിയാക്കിയത്. പിടിച്ചു നിൽക്കുക കേട്ടോ. ഹല്ലേലൂയ. കണ്ടോ? ഇനി ഇത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന സ്റ്റീഫനെ ഞാൻ ഒരെണ്ണം കൊടുക്കാൻ പോവുക. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? സ്റ്റീഫന്റെ എല്ലാ ദേഷ്യവും കൂടെ ബ്രദർ എന്തുവാ കാണിക്കുന്നത് എന്ന് ചോദിച്ച് പുറത്തോട്ട് വരും. ഈ വികാരങ്ങളൊക്കെ ഇവന്റെ ഉള്ളിൽ നേരത്തെ ഇല്ലായിരുന്നോ? എന്താ നിങ്ങളൊന്നും മറുപടി പറയാത്തെ? ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നവരെ, തൊടുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് വരെ അത് അതിന്റെ സ്ഥാനത്ത് തന്നെ ഇരുന്നു, പുറത്തു വന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ തൊട്ടപ്പോൾ അവൻ ചിരിക്കാൻ തുടങ്ങി. ഞാനൊന്ന് ചൂടായപ്പോ അവൻ ചൂടാകാൻ തുടങ്ങി. ഞാൻ ഇവനെ ഭയപ്പെടുത്തിയപ്പോ ഇവന്റെ പുറകിൽ നിന്നിട്ട് നമ്മുടെ കൊച്ചു പിള്ളേര് കാണിക്കത്തില്ലേ, ഭോ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആളുകൾ ഞെട്ടി, ഭയപ്പെട്ടു. അങ്ങനെയാ വികാരം ഉണ്ടാകുന്നത്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ വികാരങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടപ്പോഴാ ഉളവായത്. ചെവിയിൽ തൊട്ടപ്പോൾ, ശബ്ദം കേട്ടപ്പോ അപ്പോഴാ ഉണ്ടായത്. സഹോദരങ്ങളെ, ഞാൻ യേശുവിൽ വന്നപ്പോ, സ്റ്റീഫ നിന്റെ യേശു എവിടെയാ വസിക്കുന്നത്? നിന്റെ ഉള്ളിലുണ്ടോ? വിശ്വാസത്തിൽ വന്നപ്പോൾ നിനക്ക് എന്താ സംഭവിച്ചത്? യേശു എവിടെ വന്നു? എന്റെ ഉള്ളിൽ വന്നു. എടാ സ്റ്റീഫ, നിന്റെ ഉള്ളിൽ യേശു ഉണ്ടായിരിക്കുമ്പോ എടാ നിന്റെ ഉള്ളിൽ എങ്ങനെയാടാ പേടി വരുന്നേ? യേശുവും പേടിയും കൂടെ ഒരുമിച്ച് നോക്കൂ. Are you listening to me?
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ അകത്ത് യേശു ഉണ്ടെന്ന് അറിയാവുന്നൊരു കരമുയർത്തിക്കേ. എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയാ പിന്നെ നമ്മുടെ അകത്ത് പേടി വരുന്നേ? അതെങ്ങനെയാ പേടി വരുന്നേ? അതെങ്ങനെ പറ്റും? സൗരങ്ങളെ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. എൻ്റെ അകത്ത് യേശു ഉണ്ട്, അതുപോലെ എൻ്റെ അകത്ത് വികാരങ്ങളും ഉണ്ട്. വികാരങ്ങളെ ഞാൻ തൊടുകയോ ആ വികാരങ്ങളോട് സംസാരിക്കുകയോ ചെയ്തപ്പോ ശരീരത്തിൽ വെളിപ്പെട്ടു, അല്ലേ? അങ്ങനെയാണോ അല്ലയോ? പറ. ആണ്. അതേപോലെ എൻ്റെ അകത്തുള്ള യേശു എൻ്റെ ശരീരത്തിൽ മാനിഫെസ്റ്റഡ് ആകണമെങ്കിൽ വേറൊരു വഴിയും വേദപുസ്തകം പറഞ്ഞില്ല. ദൈവവചനം അകത്തേക്ക് വരണം. ഹല്ലേലൂയ. ഓ, കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കൂ, ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ അകത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. സ്റ്റീഫന്റെ അകത്ത് ആരുണ്ട്? ഒരുവനുണ്ട്. ആ സ്റ്റീഫന്റെ അകത്തേക്ക് ദൈവവചനം കയറുമ്പോ ഇവന്റെ അകത്തുള്ളവൻ ഇവന്റെ ശരീരത്തെ മുഴുവൻ അങ്ങ് മാനിഫെസ്റ്റഡ് ആകും. അപ്പോഴാ നമുക്ക് പറയുന്നേ, എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും, എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, കാരണം എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എന്താ നിങ്ങൾ കൈയടിക്കാത്തെ? ചേർന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ നിമിഷം മുതൽ എനിക്ക് തോന്നും ഞാൻ ഒരിടത്തും തോക്കത്തില്ല. ആ നിമിഷം മുതൽ എനിക്ക് തോന്നും എനിക്ക് എല്ലാറ്റിനും കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പലപ്പോഴും നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. ആശ്വാസം എന്ന് പറയുന്നത് ആശ്വാസത്തിന് പാട്ട് പാടുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അല്ല സഹോദരങ്ങളെ, നമ്മൾ വികാരങ്ങൾക്കല്ല അടിമപ്പെടേണ്ടത്, പകരം ദൈവവചനത്താൽ ബലപ്പെടാൻ തുടങ്ങണം. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് എനിക്ക് ഈ പകൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എവിടെയാ ഡെലിവറൻസിലേക്ക് വരുന്നത്? എവിടെയാ ഭയത്തിൽ നിന്ന് പുറത്തു വരുന്നത്? എപ്പോഴാണോ നിങ്ങളുടെ അകത്ത് ദൈവവചനം കയറുന്നത്, ആ നിമിഷം മുതൽ പിന്നീട് ശത്രുവിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനമാണ് യേശുക്രിസ്തുവായി നമ്മുടെ ഇടയിൽ പാർത്ത് നമുക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നത്. ജീവന്റെ വചനമാണ് യേശു എന്ന് പറയുന്നത്. സകലത്തെയും ഉളവാക്കിയ ആ ദൈവത്തിന്റെ വചനം നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ ബലഹീനമായിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. ബലഹീനമായിരിക്കുന്ന നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മളെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. ആ ബോധ്യത്തിൽ നമുക്ക് ഓരോ നിമിഷവും ആയിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ അപ്പച്ചന്റെ പേര് സുകുമാരൻ എന്നാണ്. സുകുമാരൻ. അപ്പച്ചൻ വരുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. അപ്പച്ചൻ നമ്മുടെ മുന്നിൽ സാക്ഷ്യമായി നിൽക്കുന്നത് അപ്പച്ചന്റെ കൊച്ചുമകൾ ലെനയ്ക്ക് വേണ്ടിയാണ്. അപ്പച്ചന്റെ കൊച്ചുമകൾ താമസിക്കുന്ന കട്ടപ്പനയിലാണ്. ഈ മകൾക്ക് ഇപ്പോൾ 8 വയസ്സുണ്ട്. ഈ മകൾക്ക് തുടർച്ചയായി വയറ്റുവേദന വരുമായിരുന്നു. 8 വയസ്സുള്ള കുഞ്ഞിന് കണ്ടിന്യൂസ് ആയിട്ട് വയറുവേദന വരുമായിരുന്നു. അങ്ങനെ കട്ടപ്പന ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചപ്പോൾ അവർ പറഞ്ഞു വയറ്റിനകത്ത് മുന്തിരിക്കൊലകൾ പോലെ അത് പഴുത്തു പൊട്ടുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞു. വയറ്റിനകത്ത് മുന്തിരിക്കൊലകൾ പോലെ പഴുത്തു പൊട്ടുന്ന സ്ഥിതിയിൽ ആ കുഞ്ഞിന്റെ 8 വയസ്സുള്ള കുഞ്ഞിന്റെ അകത്തായിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ 2018 മീറ്റിംഗിൽ ആ മകളുമായിട്ട് കട്ടപ്പന മീറ്റിൽ കൊണ്ടുവന്ന് 2018 മീറ്റിംഗിലാണ് ആ മകളുമായിട്ട് അപ്പച്ചൻ കട്ടപ്പന മീറ്റിംഗിന് വരുന്നത്. അവിടെ വെച്ച് ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഇപ്പോൾ മോളുടെ വയറ്റിനകത്ത് വേദനയില്ല. ആ മോൾ പൂർണ്ണ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. അപ്പച്ചൻ ഒന്ന് പറയാമോ? എൻ്റെ മകൾ കട്ടപ്പനയിലാണ് താമസിക്കുന്നത്, ഞാൻ നെയ്യാറ്റിൻകര. അപ്പോൾ ഞാൻ TV കണ്ടപ്പോൾ ഈ ബ്രദർ അവിടെ മീറ്റിങ്ങിന് ഇന്ന ദിവസം അവിടെ മീറ്റിങ്ങിന് വരുന്നു, കട്ടപ്പന ടൗൺ ഹാളിൽ മീറ്റിങ്ങിന് വരുന്നു എന്ന് പറഞ്ഞു. അതിന് ഒരാഴ്ചക്ക് മുമ്പേ ഞാനും ഭാര്യയും ഇവിടെ നിന്ന് കട്ടപ്പന മകളെ വീട്ടിൽ പോയി. അവിടെ നിന്നു. ഈ മീറ്റിങ്ങിൻ്റെ അന്ന് രാവിലെ 9 മണിക്കുള്ള സ്കൂൾ ബസ്സിൽ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി കുഞ്ഞിനെയും കൂടെ ബസ്സിൽ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനും ഭാര്യയും അവിടെ നിന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി വന്നു കട്ടപ്പന ടൗൺ ഹാളിൽ. ഒരു 10 മണി ആയപ്പോൾ എൻ്റെ മകൾ എന്നെ വിളിച്ചു. അപ്പോൾ ബ്രദർ ഇതുപോലെ പ്രസംഗത്തിന് വരാൻ ഒരുങ്ങി വന്നതാണ്, നിൽക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരണമെന്ന് കരഞ്ഞും കൊണ്ട് എൻ്റെ മകൾ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എഴുതി കൊടുത്ത പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. മുന്തിരി കൊല പോലെ വയറ്റിനകത്ത് പഴുത്ത് പൊട്ടാറായി. ഇന്ന് തന്നെ 2 മണിക്കൂറിനകത്ത് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിനെ കിട്ടത്തില്ല എന്ന്. 2 മണിക്കൂറിനകത്ത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. കിട്ടത്തില്ല എന്നാ ഡോക്ടർ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മകളോടെ പേപ്പറും പിടിച്ച് വാങ്ങിച്ചിട്ട് കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്ന് ഓടി വണ്ടി എടുന്ന് പറഞ്ഞു. വണ്ടി എടുത്തു റോഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ ഓടി കയറി കൊച്ചിനെയും കൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്നു. ബ്രദറിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ട് ഇന്ന കാര്യം പറഞ്ഞു.
ബ്രദർ എൻ്റെ കൊച്ചിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, മോളെ നീ ഒരു ഉമ്മ എന്താന്ന് പറഞ്ഞു. ഒരു ഉമ്മം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് കത്തി വയ്ക്കേണ്ട ആവശ്യമില്ല, യേശു സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾ അവിടെ ഇന്ന് മീറ്റിങ്ങിന് ഇരുന്നു. ഒരാഴ്ച ആയപ്പോൾ എൻ്റെ മരുമോൻ്റെ സംശയം കൊണ്ട് എറണാകുളം അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് സ്കാനൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പച്ച കുരുമുളക് ചെറിയ താര് പോലെ ഉള്ളൂ, അത് ഗുളിക കഴിച്ചാൽ തീരുമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയം വന്ന് തിരുവല്ല ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവിടെയും സ്കാൻ ചെയ്തു. അവിടുത്തെ ഡോക്ടറും പറഞ്ഞ് ഈ കുരുമുളക് ചെറിയ കുരുമുളക് താര് പോലെ ഉള്ളൂ, ഒരു കുഴപ്പമില്ല, പിന്നെ ഗുളിക കഴിച്ചാൽ മതിയെന്ന്. ആ കുത്തിന് ഇന്ന് അതിനുശേഷം ഇതുവരെ പിന്നെ വയറുവേദന വന്നിട്ടുമില്ല. അപ്പച്ചൻ പറഞ്ഞു കേട്ടോ, 2 മണിക്കൂറിനകത്ത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവന് ഹാനി ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഈ അപ്പച്ചൻ്റെ വിശ്വാസത്തെ ഓർത്ത് സ്തോത്രം പറയുക. അപ്പച്ചൻ ആ നിൽക്കുന്ന ക്രൗഡിനെ ഒന്നും നോക്കിയില്ല, ആ കുഞ്ഞിനെ കൊണ്ട് ഓടി സ്റ്റേജിലേക്ക് വന്നു. ബ്രദർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവളുടെ മുകളിൽ കത്തി വെക്കത്തില്ല എന്ന് പറഞ്ഞു. കർത്താവ് ആ നിമിഷം ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി. ഇന്ന് ഇതിനകത്ത് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇരിപ്പുണ്ട്. നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ ശരീരത്തെ കത്തിവെക്കത്തില്ല, സൗഖ്യമാക്കുന്നതിന്റെ ദൈവം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സാന്ദ്ര. ഇവർ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിന് പറയാനുള്ള വലിയൊരു അത്ഭുത സാക്ഷ്യമാണ്. ഇവർക്ക് 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇവർ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2018 ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂർ മീറ്റിങ്ങിൽ ഇവർ അറ്റൻഡ് ചെയ്തു. അന്ന് ബ്രദർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പിറ്റേ മാസം തന്നെ സിസ്റ്റർ പറയുന്നത് സിസ്റ്റർ ക്യാരിയായി. ഇപ്പോൾ ആ കുഞ്ഞിനെയുമായിട്ടാണ് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. കർത്താവ് കൊടുത്ത ദാനത്തെ കൊണ്ടാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ളൂ. ബ്രദർ എന്ന് പറയാമോ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു? 4 വർഷം കഴിഞ്ഞു. നിങ്ങൾ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തിരുന്നോ? ട്രീറ്റ്മെന്റ് എടുത്തു. ഡോക്ടർമാരെന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു ട്രീറ്റ്മെന്റ് എടുത്താലും അതിന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല, വൈഫിന് കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച സമയത്ത് അവൻ്റെ വചനം പറയുന്നത് ഉദരഫലം അവൻ്റെ ദാനമാണ്, കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ എന്ന ദൈവവചനം പറയുന്നത്. അത് ഇവരുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാനായിട്ടിടയായി. ഇന്ന് അവർ അവരുടെ കുഞ്ഞുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് ഷൈനി. സിസ്റ്റർ വരുന്നത് വർക്കലയിൽ നിന്നാണ്. സിസ്റ്ററിന്റെ മകൻ അനന്തുവിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് നമ്മുടെ മുന്നിലായിരിക്കുന്നത്. അനന്തുവിന് ഒരു ആക്സിഡന്റിനെ തുടർന്ന് കിടപ്പിലായിരുന്നു. സിസ്റ്റർ പറയുന്നത് മകന്റെ കാൽ ഒടിഞ്ഞ് 2 പോകുന്ന അവസ്ഥയിലായിരുന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. അവർ പറഞ്ഞത് കാല് അനക്കുവാനോ നടക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം മകൻ നടക്കുവാനും ആ കാലിന്റെ വേദന പൂർണ്ണമായും സൗഖ്യമെന്നാണ് സാക്ഷ്യം പറയുന്നത്. ആൻറ്റി ഒന്ന് പറയാമോ, സിസ്റ്റർ ഒന്ന് പറയാമോ? 2 മാസമായി എൻ്റെ കുഞ്ഞിന് ആക്സിഡൻ്റ് ആയിട്ട്. അവന് 4 മാസം വരെ കാല് അനക്കാനോ നിൽക്കാനോ ഒന്നും ഡോക്ടർ പറഞ്ഞതായിരുന്നു. എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി? ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വല്ലാത്തൊരു വിഷമമായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വിളിച്ച് സിസ്റ്ററിന് സംസാരിച്ചപ്പോഴത്തേക്ക് സൗഖ്യം പ്രാപിക്കും, എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞ് അവൻ നടന്നാണ് ഇവിടെ വന്നത്. ഇവിടെ ഇരിപ്പുണ്ട്, മകൻ ഇവിടെ ഇരിപ്പുണ്ട്. ആൻറ്റി പറയും തൻ്റെ മകൻ ആക്സിഡൻറ്റിനെ പ്രതി കാല് 2 പോകേണ്ട സ്ഥിതിയിലായിരുന്നു. അവൻ വീട്ടിൽ തന്നെ ബെഡിൽ തന്നെ ആയിരുന്നു. എന്നാൽ നമ്മുടെ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് അവൻ്റെ കാലുകളെ തൊട്ടു. നടക്കാൻ പറ്റാത്ത സ്ഥലത്ത് അവൻ എഴുന്നേറ്റു. ഇന്ന് നടന്ന് അവൻ ഇന്നത്തെ മീറ്റിങ്ങിന് നമ്മുടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുബച്ച, ഞങ്ങളെ ഉള്ളിലായിരിക്കുന്നത് സകലത്തെയും ഉളവാക്കിയ ആ ജീവന്റെ വചനമാണപ്പാ. കർത്താവെ, ആ വചനത്തോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവേ, അവിടുത്തെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുബച്ച, വാരിയലുകൾ ഒട്ടിയിരിക്കുന്നതിനെ തുടർന്ന് നടക്കുമ്പോൾ ചരിഞ്ഞു നടക്കുന്നത് പോലെ നിവർന്ന് നടക്കുവാൻ കഴിയാതെ പ്രയാസത്തിലായിരിക്കുന്ന ആ വ്യക്തിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുബച്ച, അവിടുത്തെ പ്രവൃത്തി ആ വ്യക്തിയുടെ മേലുണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഓപ്പറേഷൻ കൂടാതെ വണ്ണം അത് സൗഖ്യമാവട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു.
അപ്പോൾ അവിടുത്തെ സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ചെവി പൊട്ടിയൊലിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന, ചെവിയുടെ കേൾവി കുറയുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി പരിപൂർണമായും സൗഖ്യമാവട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. യേശുബിജ, ആ കേൾവി പൂർണ്ണമായും തിരിച്ചു വരട്ടെ അപ്പാ. ആ പൊട്ടിയൊലിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. കയ്യിൽ എല്ല് വളരുന്നതിനെ തുടർന്ന്, കൈപ്പത്തിയുടെ മുകളിലായി എല്ല് വളരുന്നതിനെ തുടർന്ന് പ്രയാസത്തിലായിരിക്കുന്ന സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ സിസ്റ്റർ പരിപൂർണമായും സൗഖ്യമാവട്ടെ അപ്പാ. യേശുവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുപിച്ച, ഉപ്പൂറ്റി താഴെ തൊടാൻ കഴിയാത്ത വേദനയിലായിരിക്കുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. യേശുവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാമ്പത്തികമായ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. യേശുപിച്ച, അവിടുത്തെ കൃപ അതിന്മേൽ വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ കർത്താവെ, അവിടുത്തെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. യേശുവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അവിടുത്തെ കരം ചലിച്ചതിനെ നന്ദി പറയുന്നപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴിൽ മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം: ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.